സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി സംവിധായകൻ വിനയൻ. കഴിഞ്ഞ 5 വർഷത്തെ അവാർഡ് നിർണയം നീതിപൂർവമായിരുന്നു എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനം. സ്വജനപക്ഷപാതത്തിലും വില കുറഞ്ഞ രാഷ്ട്രീയ കളികളിലും ആരും ഒട്ടും മോശക്കാരല്ല, വെറുതെ തള്ളിമറച്ചിട്ടൊരു കാര്യവുമില്ല എന്നുള്ളതാണ് വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ടുണ്ട്. പ്രദീപ്, വിനയൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വസ്തുത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ വിനയന്റെ ഈ വിമർശനം ഉണ്ടാകുന്നത്, അതോ പൊതുവേ ഉള്ളൊരു വിമർശനമായിട്ടാണ് അദ്ദേഹം ഉന്നയിക്കപ്പെടുന്നത്? 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നലെ തൃശ്ശൂരിൽ കഴിഞ്ഞത്. അതിനുശേഷം ഇന്ന് മന്ത്രി സജി ചെറിയാൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ മന്ത്രിയായിരിക്കെ നടത്തിയ അവാർഡ് പ്രഖ്യാപനങ്ങൾ എല്ലാം അങ്ങേയറ്റം നീതിപൂർവകമായിരുന്നു, കയ്യടികളോടെയാണ് ജനം സ്വീകരിച്ചത് എന്നായിരുന്നു. ഇതിന് ശേഷമാണ് സംവിധായകൻ വിനയൻ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മന്ത്രി പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. അതായത് 2022 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ വിനയൻ സംവിധാനം ചെയ്ത 19ാം നൂറ്റാണ്ട് എന്ന സിനിമ അവാർഡ് ജൂറിയുടെ പരിഗണനയ്ക്കായി വന്നിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ഈ ചിത്രത്തെ അവാർഡിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ള സംസാരം നടത്തിയത് അന്ന് ജൂറിയിൽ അംഗങ്ങളായിരുന്നവർ തന്നെയാണ്. അതായത് ചലച്ചിത്ര അക്കാദമി ഇടപെട്ടാണ് ഈ ചിത്രത്തെ ഒഴിവാക്കിയത് എന്നുള്ള തരത്തിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നത്. ജൂറി അംഗങ്ങളായിരുന്ന നേമം പുഷ്പരാജും ജെൻസിയും ആണ് ഇത്തരത്തിൽ സംഭാഷണം നടത്തിയത്. ഇത് സംബന്ധിച്ചുള്ള സംഭാഷണ ശകലങ്ങൾ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വേണമെങ്കിൽ മന്ത്രിക്ക് താനവ കൈമാറുകയും ചെയ്യാമെന്നാണ് വിനയൻ പറഞ്ഞിരിക്കുന്നത്. വിനയൻ ഈ പോസ്റ്റിൽ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ കളികൾക്കും അത്തരം കാര്യങ്ങൾക്കൊന്നും ആരും പിന്നിലല്ല, മന്ത്രി വെറുതെ തള്ളിമറിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് വിനയൻ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തെക്കുറിച്ചല്ല, മറിച്ച് തൻ്റെ കാലത്ത് നടത്തിയ അവാർഡ് പ്രഖ്യാപനങ്ങളെല്ലാം അങ്ങേയറ്റം നീതിപൂർവകമായിരുന്നു എന്നുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനത്തെയാണ് വിനയൻ ചോദ്യം ചെയ്യുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. 19ാം നൂറ്റാണ്ട് എന്നുള്ള തൻ്റെ സിനിമയെ അവാർഡ് നിർണയത്തിൽ നിന്നും ഒഴിവാക്കിയതിന് എതിരെ അന്നത്തെ ജൂറിയിൽ അതിനു വേണ്ടിയിട്ടുള്ള അക്കാദമിയിൽ നിന്നുള്ള ആവശ്യപ്പെടലും അങ്ങനെയുള്ള സംസാരങ്ങളുമൊക്കെ ഉണ്ടായി. അതിൻ്റെ തെളിവ് ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്നുൾപ്പെടെയാണ് വിനയൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. എന്തായാലും ഈ തവണ പ്രഖ്യാപിച്ചിരിക്കുന്ന പുരസ്കാരങ്ങളെ ചൊല്ലിയല്ല, പൊതുവെ പുരസ്കാര പ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയവും സ്വജനപക്ഷപാതവും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറയാനാണ് വിനയൻ ശ്രമിക്കുന്നത്.